ഹലോ. ദി ഇൻഡിസ്ട്രക്റ്റബിൾ ഈ ഒരു വാക്ക് മതി ഏത് വാഹനമാണെന്ന് മനസ്സിലാക്കാൻ. ടൊയോട്ട ഹൈലക്സ്. ഇന്ന് അതിൻ്റെ കേപ്പബിലിറ്റി ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ രഞ്ജിത്താണ്, നിപ്പോൺ ടൊയോട്ടയുടെ. അപ്പം ആള് എന്താണ് ഈ ഇവന്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമ്മുടെ ഈ ഹൈലക്സിന്റെ എക്സ്പീഡിഷൻ ഡ്രൈവ് നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് 4x4 കേപ്പബിലിറ്റി, അതിൻ്റെ വെഹിക്കിളിൻ്റെ കേപ്പബിലിറ്റി, വെഹിക്കിൾ 4x4 നമുക്ക് ഈ ഹൈലക്സിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമേഴ്സിന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിനുള്ള ട്രാക്കും നമ്മൾ എടുത്തിട്ട് എല്ലാ രീതിയിലുള്ള കേപ്പബിലിറ്റിയും നമുക്ക് ഈ വെഹിക്കിളിൽ ഹൈലക്സിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഈ ട്രാക്കിൽ. 1968 ലോഞ്ച് ചെയ്ത ഹൈലക്സ് വെറും 1.5 ലിറ്റർ എഞ്ചിനുമായിട്ടാണ് വന്നത്. ജസ്റ്റ് 69 HP പവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാലത്ത് അത് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു, ഒരു യൂട്ടിലിറ്റി വെഹിക്കിളായിട്ട്. നമുക്കിവിടെ ഒരു പ്രീമിയം പരിവേഷമാണെങ്കിലും ഈ ഗൾഫ് കൺട്രീസിലും ആഫ്രിക്കയിലും ഒക്കെ പട്ടി പണിയെടുക്കുന്ന വാഹനമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 8th ജനറേഷൻ ഹൈലക്സ് ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് റോഡിങ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2.8 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 204 PS പവറും 500 Nm ടോർക്കുമുള്ള ഈ വാഹനം ഇപ്പോഴും അതിൻ്റെ ആ പേര് പോലെ തന്നെ ദി ഇൻഡിസ്ട്രക്റ്റബിൾ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈലക്സ് ഒരു മരണമില്ലാത്ത വണ്ടി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ആ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അത് നമ്മൾ ഇന്ത്യയിൽ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. 1200 കിലോഗ്രാം ആണ് ഇതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ടോ അപ്പ് ആ ഒരു ഇത് 3500 കിലോഗ്രാം ആണ്.